സ്വാഭാവിക വീക്ഷണകോണിൽ ഒരു തിമിംഗലത്തിന്റെ ഉള്ളിൽ അതിജീവിക്കാൻ മനുഷ്യർക്ക് സാധ്യമല്ല. മിക്ക തിമിംഗലങ്ങളുടെയും വലിയ മത്സ്യങ്ങളുടെയും വയറ്റിൽ ദഹന എൻസൈമുകൾ, പരിമിതമായ വായു, തീവ്രമായ സമ്മർദ്ദം എന്നിവ നിറഞ്ഞിരിക്കുന്നു. ഒരു മനുഷ്യനും അത്തരം സാഹചര്യങ്ങളിൽ സ്വന്തമായി അതിജീവിക്കാൻ കഴിയില്ല. യോനയുടെ അതിജീവനം ഓക്സിജന്റെ അളവ് മൂലമോ ദഹന കാലതാമസം മൂലമോ അല്ല. അതൊരു അത്ഭുതമായിരുന്നു. മരുഭൂമിയിൽ ഇസ്രായേല്യരോടും തീച്ചൂളയിൽ 3 പുരുഷന്മാരോടും ചെയ്തതുപോലെ ദൈവം തന്റെ ശക്തിയാൽ അവനെ സംരക്ഷിച്ചു. എന്നാൽ യോനയുടെ കഥ മനുഷ്യന് എന്ത് ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ചല്ല, അത് ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ചാണ്. ദൈവത്തിന് ആകാശവും ഭൂമിയും സൃഷ്ടിക്കാനും മരിച്ചവരെ ഉയർപ്പിക്കാനും ചെങ്കടലിനെ വിഭജിക്കാനും കഴിയുമെങ്കിൽ തീർച്ചയായും ഒരു മത്സ്യത്തിന്റെ ഉള്ളിൽ ഒരു മനുഷ്യനെ സംരക്ഷിക്കാൻ കഴിയും. യോന തിമിംഗലത്തിന്റെ വയറ്റിൽ 3 പകലും 3 രാത്രിയും ആയിരുന്നതുപോലെ മനുഷ്യപുത്രൻ 3 പകലും 3 രാത്രിയും ഭൂമിയുടെ ഹൃദയത്തിലായിരിക്കും. നിങ്ങൾ യോനയുടെ കഥ നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങൾ യേശുവിന്റെ വാക്കുകളെയും വെല്ലുവിളിക്കുകയാണ്. സ്വന്തം മരണത്തിലേക്കും പുനരുത്ഥാനത്തിലേക്കും വിരൽ ചൂണ്ടാൻ അവൻ യോനയെ ഒരു യഥാർത്ഥ ചരിത്ര ഉദാഹരണമായി ഉപയോഗിച്ചു. ജീവശാസ്ത്രം കൊണ്ടല്ല, മറിച്ച് ദൈവത്തിന്റെ അമാനുഷിക ഇടപെടൽ കൊണ്ടാണ് യോന അതിജീവിച്ചത്. ആരും ദൈവത്തിന്റെ പരിധിക്കപ്പുറമല്ലെന്നും കടലിന്റെ ആഴങ്ങൾ പോലും ഉപയോഗിച്ച് ഒരാളെ തന്നിലേക്ക് തിരികെ കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയുമെന്നും അദ്ദേഹത്തിന്റെ കഥ കാണിക്കുന്നു.